എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായയ്ക്ക് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ. നമുക്കിപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ബട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇതേപോലെ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് പൊടിയാക്കണ്ട, എന്നാൽ ഒരുപാട് അങ്ങോട്ട് വലുതുമാക്കണ്ട. ഈ ഒരു രീതിയിൽ മാത്രം മതി കേട്ടോ. എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ആ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വഴറ്റി ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോകേണ്ട, ഈ ഒരു പരുവത്തിലായാൽ മാത്രം മതി കേട്ടോ. ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു ക്യാപ്സിക്കവും അതേപോലെ തന്നെ മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം കാരം കുറയ്ക്കാമോ അത്രത്തോളം കാരം കുറച്ചിട്ട് വേണം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് പെട്ടെന്ന് വെന്ത് വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ ക്യാപ്സിക്കോ ശരിക്കും ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പൊടിച്ചെടുത്താണ്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കണം കേട്ടോ. ഇതിപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് വേവിച്ച് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറിൽ ഒന്നിങ്ങ് പൊടിച്ചെടുത്തതാണ്. 250 ml കപ്പിന് 1 കപ്പ് ചിക്കൻ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സോ അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഉണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് വെന്ത് വരാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. വേറെ വെള്ളമൊന്നുമല്ല, നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും തട്ടിപ്പൊത്തി വെച്ച് ഒരു 5-6 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. അതവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കനും ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ശരിക്കും മിക്സായിട്ട് നല്ല 8 പുളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ച് ശരിക്കും ഒന്നിങ്ങ് ഉടച്ചെടുത്തതാണ്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഈ മിക്സിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ശരിക്കും ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സായി ശരിക്കും ഒന്നിങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂട് മതി. അപ്പോൾ അതുവരെ അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് ഒരു 1/2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീരെ വെള്ളം കുറഞ്ഞും പോകണ്ട, എന്നാൽ ഒരുപാട് അങ്ങോട്ട് വെള്ളം കൂടിയും പോകണ്ട. ഈ ഒരു പരുവത്തിൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ടോ. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസും നമ്മൾ ഈ സമയം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനെ നമ്മുടെ ആ മിക്സിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് അറിയുന്നുണ്ട്. എന്നാൽ ചെറിയ ചൂട് ഉണ്ട് തന്നെ. നമ്മുടെ കയ്യിൽ എടുത്ത് പിടിച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ചൂട് മാത്രമേ ഉള്ളൂ. കേട്ടോ, മിക്സ് ആണെങ്കിലും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ഒന്ന് എന്താ പറയുക, കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആദ്യമേ ഒരുമിച്ച് ചേർക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ കയ്യിൽ കുറച്ചും കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നും കൂടി ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ കയ്യിലൊട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കയ്യിലും കുറച്ച് ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഫിംഗർ ഷേപ്പിൽ നമ്മളിങ്ങ് ആക്കിയെടുക്കുവാണ്. തീരെ ഇങ്ങനെ കനം കുറയ്ക്കേണ്ട, ഒരുപാട് അങ്ങനെ കനം കൂട്ടുകയും വേണ്ട. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്.
അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മിക്സ് മുഴുവൻ ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങ് ആക്കിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ചിക്കനിൽ നിന്നും അതേപോലെ തന്നെ ക്യാരറ്റും ക്യാപ്സിക്കം ആ ഒരു മിക്സ് ചെയ്യുന്നതാണ് ഇത്രയധികം ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടുന്നത്. ഇനി ഒന്ന് കോട്ടിങ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയ മൈദയുടെ മിക്സും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ ഈ ബ്രെഡ് ക്രംസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കോട്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. ഒരു സിപ്ലോ കവറിലാണെന്നുണ്ടെങ്കിലും 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നേരിട്ട് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഓരോന്നെടുത്ത് 2 വശവും മുരിച്ച് റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലോ വെക്കരുത് കേട്ടോ. ഒരു വശമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് നമ്മളൊന്നിങ്ങ് തിരിച്ചിട്ട് കൊടുക്കുവാണ്. 2 വശം റെഡിയായി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടതാ, നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കോരിയെടുത്ത് മാറ്റി വെച്ച് നമ്മൾ ബാക്കിയുള്ളതും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞ ചേരുവയിൽ നിന്ന് ഒരു പ്ലേറ്റ് നിറയെ ഈസി ആയിട്ടുള്ള സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഒരു 4-5 കഷ്ണം എടുത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4-5 കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിട്ടു ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ ഒരുപാട് തണുത്തൊന്നും പോകാതെ ചൂടോടുകൂടി നല്ലൊരു സോസിൻ്റെയും ചായയുടെയും ഒക്കെ കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ ഈ സ്നാക്സൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.